ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നിട്ട് കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷം നേടിയിട്ടു ഇതുവരെ നമ്മുടെ മുഖ്യമന്ത്രി ആരാണെന്നുള്ള ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും വി ഡി സതീശന് കോൺഗ്രസ് പ്രവർത്തകരുടെ UDF-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ പരിപൂർണ സപ്പോർട്ട് ഉണ്ടായിട്ടും തെരുവിലിറങ്ങി പ്രകടനം ചെയ്യുന്നത് വി ഡി സതീശന് വേണ്ടിയിട്ടാണ്? ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യുന്നത് വി ഡി സതീശനെയാണ്. അപ്പോൾ ഇത്രയധികം സപ്പോർട്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് നേതൃത്വം വി ഡി സതീശനെ മുഖ്യമന്ത്രിയായിട്ട് ആക്കി പ്രഖ്യാപിക്കാൻ മടിക്കുന്നത്? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിൻ്റെ പതനം തുടരും. കോൺഗ്രസ് ജയിച്ചു പോവും, 100% ഉറപ്പാണ്. അതൊരു കോൺഗ്രസിന് അറിയാം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, രമേശ് ചെന്നിത്തല KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഗ്രൂപ്പിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നിന്ന് ചാടാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ആൾക്കാരാണ്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരൊരു പക്ഷേ NDAയുടെ കൂടെ പോവും, അല്ലെങ്കിൽ BJPയിലോട്ട് ലയിക്കും. അതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾ നോക്കിക്കുക, കോൺഗ്രസിൻ്റെ ഹിന്ദുക്കളായിട്ടുള്ള കോൺഗ്രസിലെ പ്രവർത്തകർ ഉൾപ്പെടെ കുറേ നേതാക്കന്മാരും ചിലപ്പോൾ കുറേ ക്രിസ്ത്യൻസും കൂടിയിട്ട് ഒരു പുതിയ കോൺഗ്രസ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് NDAയുടെ ആയിട്ട് ലിങ്ക് ആവുകയോ അല്ലെങ്കിൽ നേരെ BJP ആയിട്ട് മെർജ് ചെയ്യുകയോ ചെയ്യും. 100% ഉറപ്പാണ്. അതിന് ഒരു കാരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറേ ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അറിയാം, വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ കേരളത്തിൽ നശിക്കാനുള്ള ഫസ്റ്റ് ചുവടുവെപ്പായിരിക്കും. പക്ഷേ തിരിച്ച് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാതെ വേറെ ആരെങ്കിലും മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ, VC ആണെങ്കിലും RC ആണെങ്കിലും, പ്രവർത്തകർക്ക് ഒരു നീരസമുണ്ടാവും. അവർ ചിലപ്പോൾ തെരുവിലിറങ്ങി പ്രകടനം നടത്തും. അല്ലെങ്കിൽ ഇനി വരുന്ന ബൈപോൾ ഇലക്ഷനിൽ അവർ ചിലപ്പോൾ കോൺഗ്രസിനെ 1-2 സീറ്റുകൾ തോൽപ്പിക്കും. അല്ലാതെ ഒരിക്കലും അവർ കോൺഗ്രസ് വിട്ടു പോകുന്നില്ല. കാരണം വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിൽ 90% മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ്. ഈ മുസ്ലിം ലീഗാണ്, ന്യൂനപക്ഷങ്ങളാണ് കൂടുതലും. അവരൊരിക്കലും കോൺഗ്രസിനെ വിട്ട് വേറെ ഒരു പാർട്ടി പോവില്ല. കാരണം അവരൊരിക്കലും BJPയുടെ പുറകെ പോവില്ല, അവരൊരിക്കലും LDFൻ്റെ കൂടെ പോവില്ല. മാക്സിമം അവർ എതിർപ്പ് കാണിക്കാൻ പോകുന്നത് വല്ല ബൈപോൾ ഇലക്ഷൻ വരുമ്പോൾ ഒരു പക്ഷെ തോൽപ്പിക്കും. അല്ലാതെ ഈ കേസൊക്കെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാകത്തൻ്റെ വിഷമമൊക്കെ ഒരു 4, 5, 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും മറക്കും. 5 വർഷം കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ഇവർ കോൺഗ്രസിനെ വോട്ട് ചെയ്യുള്ളൂ. പക്ഷേ തിരിച്ച് വി ഡി സതീശനെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ കുറേ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും BJPയുടെ ഒപ്പം പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കാൻ പാടില്ല. അങ്ങനെ ആക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് BJPക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ഓഫറായിരിക്കും. BJP വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്.